ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചോക്ലേറ്റ് ചിപ്പ് നട്ടി കുക്കിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാംസ് ബട്ടറാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂണ് വാനില എസൻസ് ആണ്. ഇതെല്ലാം കൂടിയിട്ട് ഇലക്ട്രിക് ബീറ്റർ വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് രണ്ടാമത്തെ മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എഗെയിൻ നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് സോൾട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അരിച്ചിട്ട് വേണം നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നട്ട്സാണ്. അപ്പോൾ 3 ടൈപ്പ് നട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് പിസ്ത, കാഷ്നട്ട്, വാൾനട്ട്, ഇതാണ് ഞാൻ നട്ട്സായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ചോക്കോ ചിപ്പ് ഒരു 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് മൈദയാണ്. അത് അരിച്ചിട്ടുള്ളതാണ്. അതെല്ലാം കൂടി നമുക്ക് ഫോൾഡ് ചെയ്താണ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുക്കാം. അതിലേക്ക് ചെറിയ സ്കൂപ്പുകളായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രി ഒരു 20-25 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കുക്കീസൊക്കെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ പെർഫെക്റ്റ് കുക്കീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മുകളിൽ ഇച്ചിരി ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കിയാണ്.